പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ, 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 ഈ വ്യക്തിയുടെ മേൽ പറന്നിറങ്ങണമേ. ഉന്നതമായ വരദാനങ്ങൾ ചൊരിഞ്ഞ് ഈ വ്യക്തിയെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയുടെ മേൽ പറന്നിറങ്ങട്ടെ. ഉന്നതമായ വരദാനങ്ങൾ ലഭിക്കട്ടെ. എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസക്കേകണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസക്കേകണമേ. ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ശരീരം, ആ വ്യക്തിയുടെ ശരീരത്തിലെ രോഗപീഠകൾ ഓ പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലെ രോഗപീഠകൾ പരിശുദ്ധാത്മാവ് തൊട്ട് സുഖപ്പെടുത്തട്ടെ. അത് പാരമ്പര്യ രോഗപീഠകളാവാം, ഒരുപക്ഷെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചതാവാം, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് വിധിക്കപ്പെട്ടതാവാം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാവാം. എന്തുമാവട്ടെ, ശരീരത്തിലെ രോഗപീഠകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടാൻ എല്ലാവരും ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഉന്നതമായ വരദാനങ്ങൾ ഈ വ്യക്തിയിൽ നിറയട്ടെ. നമ്മളെല്ലാവരും തന്നെ ഏതെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങളോടുകൂടെ വന്നവരാണ്. വെറുതെ ഇത് കാണാൻ വന്നവരല്ല, മറിച്ച് ദൈവകൃപ അനുഭവിച്ചിട്ട് പോകാൻ വന്നവരാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനം, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തമായിരുന്നാൽ മതി. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളോടും യുദ്ധത്തിലാണ് ഞാൻ. പല പല വിഷയങ്ങൾ എന്നെ ഭാരപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ കേട്ട വചനം ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ്. കർത്താവ് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവിലൂടെയാണ്. ഞാൻ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എൻ്റെ കർത്താവിനറിയാം. പ്രിയരെ, ഈശോ നിന്നിൽ അതിശക്തമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഏതു പ്രശ്നമാണെങ്കിലും ഈശോ ആ വിഷയത്തിൽ ഇടപെടും. കാനായിലെ വിവാഹ വിരുന്നിലെ നാണക്കേടിൻ്റെയും മാനക്കേടിൻ്റെതുമായിട്ടുള്ള തകർച്ച, വീഞ്ഞു തീർന്നുപോയി. പലരും പലതും പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈശോ ആ വിഷയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ കുടുംബത്തിൽ ഇതാ ഇടപെടുകയാണ്. നിന്റെ വീട്ടിൽ എന്താണ് ക്രമക്കേട്? ഏത് വിഷയത്തെ ഓർത്തുകൊണ്ടാണ് ഭാരം? അനേക മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വലിയ ഭാരം. എന്താകും, എന്തായി തീരും എന്നൊക്കെയാണ് ചിന്ത. ജീവിത പങ്കാളിയെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. സഹോദരങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. കുടുംബത്തിലെ നാളുകളായിട്ടുള്ള സ്വത്ത് തർക്കത്തിൽ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചില രോഗങ്ങൾ വന്നതിന് ശേഷം വീട്ടിലെ താളം തെറ്റി. ആശുപത്രി കയറി ഇറങ്ങാനേ സമയമുള്ളൂ. അത് വലിയ ഭാരമാണ്. വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും നടക്കുന്നില്ല. ഒരുപക്ഷെ വിവാഹം, അതിൻ്റെ തടസ്സങ്ങളുണ്ടാവും. വിവാഹം കഴിഞ്ഞിട്ടൊരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം. ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. ഒരു വാഹനം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അത് ശരിയാവുന്നില്ല. ഒരു സ്ഥലം വിൽപ്പന വിചാരിച്ചിട്ട് അത് നടക്കുന്നില്ല. എന്നിങ്ങനെ പല 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 ബാധ്യതകളും. ചില ബന്ധ തകർച്ച നിന്റെ ഉള്ളിൽ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നില്ലേ?
നിസാരപ്പെട്ട കാര്യത്തിന് പോലും പിണങ്ങി സൗന്ദര്യപ്പിണക്കമായിരിക്കും. എന്നാൽ ഇന്ന് അകൽച്ച വർദ്ധിച്ചു. പരസ്പരം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അത്രമേൽ ദേഷ്യവും അരിശവും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ നിന്നെ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു, കുത്തുവാക്കുകൾ പറയുന്നു, നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നു. നിന്റെ സങ്കടം ആരറിയാനാണ്? എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നവർ ചിലരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു, എനിക്ക് മാത്രം ഇങ്ങനെ എന്തുകൊണ്ട്? കർത്താവേ, പുറപ്പാട് അനുഭവമാണ് എൻ്റെ മനസ്സിലുള്ളത്. കർത്താവേ, ഇസ്രായേൽ ജനം മുമ്പോട്ട് നോക്കുമ്പോൾ ചെങ്കടലാണ്, പുറകോട്ട് നോക്കുമ്പോൾ ഫറവോയുടെ സൈന്യം വരുന്നു. ഞാൻ എന്തു ചെയ്യും? ഞാൻ പെട്ടിരിക്കുകയാണ്. എന്നാൽ നിന്റെ ഈ അവസ്ഥ കണ്ട് ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നീ ശാന്തമായിരുന്നാൽ മതി. നിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയരെ, സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് നിങ്ങളുടെ ശിരസ് ആ തറയിൽ ഒന്ന് മുട്ടിക്കുമോ? സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് ആ ശിരസ് ആ തറയിൽ ഒന്ന് മുട്ടിച്ച് ഈ പറഞ്ഞ ഭാരങ്ങളെല്ലാം, ചില പാപശീലങ്ങൾ, ദുശീലങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടും വീണ്ടും വീണ്ടും കൊണ്ടു നടക്കുന്നുണ്ടാവും. കർത്താവേ, അതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. സമർപ്പിച്ചു കഴിഞ്ഞവര് നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുക. യേശുവേ, പോട്ടാശ്രമത്തിൻ്റെ അത്ഭുതങ്ങളുടെ മണ്ണിൽ ഞാൻ ദേ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാനൊരു ചെങ്കടലിൻ്റെ മുമ്പിലും ഭാരപ്പെടുകയില്ല. ഫറവോയുടെ സൈന്യത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇനി പേടിച്ചോടുകയില്ല. മറിച്ച് എനിക്കറിയാം, എനിക്ക് വേണ്ടി സ്വർഗം തുറക്കും. ഇന്നുവരെ ഞാൻ കാണാത്തൊരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു. മോശ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് നമുക്കുള്ള വഴി. ഏത് പ്രതിസന്ധിയുടെ നടുവിലും സ്വർഗം നിനക്ക് വേണ്ടി വാദിക്കും. സ്വർഗം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കരങ്ങൾ 2 സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിക്കാൻ പോകുന്ന സമയമാണ്. ദൈവത്തെ അതങ്ങ് സമർപ്പിക്കുകയാണ്. യഹോഷാഫാത്തിനെ കുറിച്ച് ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിച്ചില്ലേ? അവർ പാടി സ്തുതിച്ചെന്നാ പറയുന്നത്. ദൈവത്തെ സ്തുതിച്ചു. പരിശുദ്ധ മറിയം സ്തോത്രഗീതം ആലപിച്ചില്ലേ? പൗലോസും ശീലാസും തടവറയിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചില്ലേ? ദേ, എന്താണോ നിന്റെ ഭാരം, അതിനെ ഒരു പ്രാർത്ഥനയാക്കി ഉയർത്തുക. നിന്റെ പരാതിയും സങ്കടവും ഒരു പ്രാർത്ഥനയാക്കി ഉയർത്തുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം പോരാ, സ്വരമുയരട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ കേൾക്കണമേ. പ്രത്യേകിച്ച് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ഭാരങ്ങൾ മാറട്ടെ, ഉറക്കക്കുറവ് മാറട്ടെ, അസ്വസ്ഥപ്പെടുന്ന ചിന്തകള്, കൂട്ടുകെട്ടുകള്, ബന്ധ തകർച്ചകള്, ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഈ നിമിഷം ഏറ്റെടുക്കണമേ. ഈ വ്യക്തിയുടെ മനസ്സിലെ എല്ലാ ഭാരവും മാറ്റണമേ. ഭയചിന്തകൾ മാറട്ടെ, നിരാശ, ദുഃഖചിന്തകൾ മാറട്ടെ. ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിക്ക് ബലക്കുറവ്, ബലം കൊടുക്കണമേ. പരിശുദ്ധാത്മാവെ അതിശക്തമായിട്ട് ഈ വ്യക്തിയിൽ നിറയണമേ. ചേർന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഉന്നതമായ
ദാസർക്ക് ഏകണമേ. ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടിയും ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള ദൈവ അഭിഷേകം ആൾ വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ദൈവശക്തി വ്യക്തിയിൽ നിറയപ്പെടട്ടെ. അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. കർത്താവിന്റെ ആത്മാവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. അനേക രോഗികളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ആത്മാവ് അനേകരെ തൊട്ട് സുഖപ്പെടുത്തുന്നു. ശരീരത്തിലെ അലർജി രോഗപീഠകളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കൈവെപ്പ് പ്രാർത്ഥന അത്രമേൽ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ആ വ്യക്തിയുടെ എല്ലാ രോഗങ്ങളും പീഡകളും കർത്താവ് എടുത്തു മാറ്റുന്നു. നിന്റെ കൈവെപ്പ് പ്രാർത്ഥന വഴി ആ വ്യക്തിയുടെ ഭയം കർത്താവ് എടുത്തു മാറ്റുന്നു. നിന്റെ പ്രാർത്ഥന അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. വിഷമിക്കേണ്ട എന്ന് കർത്താവ് ചിലരുടെ ചെവിയിൽ വന്ന് പറയുന്നു. വിഷമിക്കേണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നിൽ ഒഴുകുന്നു. ഓ പരിശുദ്ധാത്മാവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വരപ്രസാദം നിറയട്ടെ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ചേർന്ന് എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. ഉന്നതമായ ദാസർക്കേകണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാ വ്യക്തികളിലും, ശ്രദ്ധിച്ചു കേൾക്കണം, എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെയും ഈശോ വെറും കൈയോടെ വിടുന്നില്ല. എല്ലാ വ്യക്തികളിലും കർത്താവ് വ്യക്തിപരമായി അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിക്കുന്ന അഭിഷേകം എന്താണെന്ന് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത് തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവനാത്മാവേ, എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ,